ഇന്ന് നമ്മുടെ ജപ്പാനിലെ 4-ാം ദിവസമാണ്. നമ്മളിന്ന് നഗോയയിൽ നിന്ന് പോകുന്നത് ഫുഷിമി ഇനാരി ഷ്രൈൻ കാണാനാണ്. ജപ്പാനിലെ ഏറ്റവും ഫേമസ് ആയിട്ടൊരു മതവിഭാഗമാണ് ഷിൻഡോ മതം എന്ന് പറയുന്നത്. ഷിൻഡോ മതത്തിൻ്റെ ഒരു പുരാതന പുണ്യസ്ഥലമാണ് ഈ ഒരു ഫുഷിമി ഇനാരി ഷ്രൈൻ. നമ്മൾ നഗോയയിൽ നിന്ന് ഏകദേശം ഒരു 3-4 ലോക്കൽ ട്രെയിനുകൾ മാറി കയറിയിട്ടാണ് ഈ ഒരു ഷ്രൈൻ്റെ ലൊക്കേഷനിൽ എത്തുന്നത്. ഏകദേശം ഉച്ചയോടെ അടുത്ത് ഈ ഒരു ലൊക്കേഷൻ എത്തിയപ്പോൾ അത്യാവശ്യം ക്രൗഡായിരുന്നു. ഈ കാണുന്നതാണ് ടോറി ഗേറ്റ്സ് എന്ന് പറയുന്നത്. ഇത് സിംബലൈസ് ചെയ്യുന്നത് ഒരു ഡിവൈൻ പ്ലേസിലോട്ടുള്ള ഒരു എൻട്രി എന്നാണ്. ഇതുപോലുള്ള 1000 ടോറി ഗേറ്റ്സുകൾ കടന്നിട്ടാണ് നമുക്ക് ഈ ഒരു ഷ്രൈൻ്റെ മെയിൻ പാർട്ടിലൂടെ എത്താൻ സാധിക്കുക. ഈ ഒരു ഷ്രൈൻ്റെ ഭാഗമായിട്ടുള്ള ബിൽഡിങ്സ് എല്ലാം വളരെ പുരാതനമായ രീതിയിലാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. അതും ഭയങ്കര വൈബ്രൻറ്റ് കളേഴ്സ് വെച്ചിട്ട്. അതുപോലെ തന്നെ ഈ ഒരു ടോറി ഗേറ്റ്സും ഓറഞ്ചും ബ്ലാക്കും കളർന്ന കളറുകളാണ് ചെയ്തിരിക്കുന്നത്. അത് ഭയങ്കര വൈബ്രൻറ്റ് ഒരു ഫീൽ നമുക്ക് തരുന്നുണ്ട്. ഇവിടെ ഒരു ആരാധന കേന്ദ്രത്തിന് പുറമെ കുറേയധികം ആളുകൾ ഫോട്ടോസ് എടുക്കാനുള്ള ഒരു പ്ലേസ് ആയിട്ട് ഇവിടെ വരുന്നുണ്ട്. ഓരോ ടോറി ഗേറ്റ്സ് പാസ് ചെയ്യുമ്പോൾ നമുക്ക് കുറേ സ്റ്റെപ്പുകളും ഫ്ലാറ്റ് ഏരിയകളും കവർ ചെയ്യുന്നുണ്ട്. അത് ഒത്തിരി ചലഞ്ചിങ് ആയിട്ട് ടാസ്ക് ആയിട്ട് തോന്നി. പിന്നെ ഇവിടെ കാണുന്ന ഒരു വിചിത്രമായ കാര്യമാണ് കുറേ എലികളുടെ രൂപങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. എലികളെ ഷിൻഡോ മതാചാര പ്രകാരം ഒരു ഡിവൈൻ മെസ്സഞ്ചറായിട്ടാണ് അവർ കണക്കാക്കുന്നത്. അങ്ങനെ ഷ്രൈൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ ജപ്പാൻ്റെ പുതിയ കാഴ്ചകളോട് പോവുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ബൈ.